അജിത വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ. അടുത്ത് തന്നെ. അതെ അതെ അതെ. ഇപ്പം എന്തായാലും നമ്മുടെ LDF ആണല്ലോ LDF സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ അത് ഇനിയും ഒരു തുടർ ഭരണം വേണമെന്ന് ആഗ്രഹം? ഇല്ല, ആഗ്രഹമില്ല. ആഗ്രഹമില്ല. ഇല്ല, ഒട്ടുമേ ഇല്ല. ഒട്ടുമേ ഇല്ല. ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു തോന്നല്? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരുപാട് നെഗറ്റീവുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭരണത്തിൽ. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെന്നൊന്നും ഞാനിപ്പോൾ വിശദീകരിച്ച് പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒട്ടും താല്പര്യമില്ല. ഇല്ല ഇല്ല. അതുപോലെ UDFന്റെ നേതൃനിരയുടെ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അതൊക്കെ അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാൻ അതും അവരുടെ ആ ഗ്രൂപ്പിസമാണ് അവരുടെ പ്രശ്നങ്ങൾ. ഇപ്പം അവരും ഭരണത്തിൽ കയറി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇത് ഇങ്ങനെയൊക്കെ തന്നെ. പോരണമെന്നില്ല, എല്ലാവരും ഇതൊക്കെ തന്നെയാണ്. UDF ആയാലും LDF ആയാലും BJP ആയാലും എല്ലാം ഇതൊക്കെ തന്നെ. പിന്നെ നമ്മുടെ കാശാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളെ LDFൻ്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു കാരണവശാലും താഴെത്തട്ടിലുള്ള ഒരു സാധനവും വരുന്നില്ല. ഉദാഹരണത്തിന് നമ്മളെ കേന്ദ്ര ഗവൺമെൻറ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോൾ മോദിജിയുടെ പല പദ്ധതികളുണ്ട്. ഒരു പദ്ധതികളും ഇവിടെ വരുന്നില്ല. ഈ പദ്ധതികളും പേര് മാറ്റി അവർ ചെയ്യണം. നമുക്ക് തന്നെ അറിയാം, ഒരുപാട് ഫണ്ടുകളും കാര്യങ്ങളും അമൃത് പദ്ധതി ഇതെല്ലാം കോടിക്കണക്കിന് രൂപ പൈസയുണ്ട് ഈ റോഡുകളുടെ എല്ലാവരും. പക്ഷേ ആ ഫണ്ട് എടുക്കില്ല അവർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ക്രെഡിറ്റായിട്ട് വരില്ല. അതുകൊണ്ടാണ് പല പദ്ധതികളും കൂടെ ഉപേക്ഷിക്കപ്പെടുന്നത്. മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ BJP ഭരിക്കുന്ന സ്റ്റേറ്റിലൊക്കെ നോക്കുന്നു എന്തോരം വികസനമാണ് നടക്കുന്നത്, റോഡായാലും എല്ലാ സംഭവങ്ങളും. അപ്പോൾ അത് ഒരു കാരണവശാലും ഈ ഭരണം വരാൻ പാടില്ല. ഒരു കാരണവശാലും വരാൻ പാടില്ല. അത് ജനങ്ങൾ ഇക്കുറി മാറ്റി ചിന്തിക്കണം. UDFൻ്റെ പറഞ്ഞാൽ അവരെല്ലാം തകർന്നടിഞ്ഞ് കിടക്കുകയല്ലേ. UDF തകർന്നടിഞ്ഞ് കിടക്കുകയല്ലേ. കാരണം UDF നല്ല രീതിയിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ആരാളുള്ളത്? UDF ഇല്ലല്ലോ. പ്രതിപക്ഷം പറഞ്ഞാരുടെ ഒരു MLA പോലും നമുക്കില്ലാത്ത BJP ആണ് പ്രതിപക്ഷം. യഥാർത്ഥ പ്രതിപക്ഷം BJP ആണ് കേരളത്തിൽ. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ ഒരു ഷമ്മി. ഓക്കെ, എവിടെയാ സ്ഥലം? അരുവിക്കര. ഓക്കെ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ചോദിച്ചാൽ മാറി വരണം എന്നൊരാഗ്രഹമുണ്ട്. മാറി വരണമെന്ന് ആഗ്രഹം? തീർച്ചയായിട്ടും. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ മാറി വരണമെന്ന് പറഞ്ഞത്? അല്ല, ഇപ്പോൾ രണ്ടുപേർക്കും ചെയ്യാനായിട്ട് എന്തെങ്കിലും കാണുമല്ലോ. അപ്പോൾ ഒരാൾ മാത്രമേ ചെയ്യാന്നുള്ളത് കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളെ വെട്ടിലാക്കിയതാണല്ലോ മോനെ. പറഞ്ഞേട്ടെ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ അല്ലേ പറയേണ്ടത്. നമുക്ക് അഭിപ്രായങ്ങൾ പറയണ്ടേ? അതെ. അല്ല, പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മൾ ഇതിനെ ഒന്നും പറയാൻ പറ്റൂല അല്ലേ? അങ്ങനെ അല്ല, നമ്മൾ ഭരണം തീരെ കൊള്ളൂല. ഇങ്ങനെ ഇവിടുന്ന് ഇറക്കണം. എന്നാലേ അങ്ങനെ ഇറങ്ങാതെ സ്ഥിരമായിട്ട് കസേരയിൽ കയറി ഇരിക്കുകയാണ്, ഉറച്ചിരിക്കുകയാണ്. ആ ഉറച്ചിരിക്കണം എല്ലാവരും കൂടെ തട്ടി ഇളക്കണം, എന്നാലേ അങ്ങനെ ഇറങ്ങും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. യുവതലമുറ പുതുതലമുറ രാഷ്ട്രീയത്തിലോട്ട് വരണം. അതുപോലെ തന്നെ ഇപ്പോഴുള്ള യുവാക്കൾക്കൊന്നും ജോലി കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് അവരെ പാർട്ടിക്കാർക്ക് മാത്രമേ ഒരു ജോലി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവർ രാഷ്ട്രീയം ഫുള്ളായിട്ട് രാഷ്ട്രീയമായിട്ട് തന്നെയാണ് അവർ ഇപ്പോഴുള്ള ഈ പഠിച്ച എത്രയോ അർഹതയുള്ളവർ നിൽക്കുന്ന അവർക്കാർക്കും ജോലി കിട്ടുന്നില്ല. PSC എഴുതിയ തന്നെ അവർക്കില്ല. അപ്പോൾ അതിൻ്റെ വിഷമം സാധാരണക്കാരുടെ നമുക്കുണ്ട്. മനസ്സിലായില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഭരണം മാറി പുതിയ ഭരണം വരണം. അതൊരു മാറ്റം വേണം. ഭയങ്കര വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. രുക്മിണി. സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പെൻഷനറാണ്. പക്ഷെ നമ്മുടെ പെൻഷൻ DA ഇത്രയേ കുടിശ്ശിക കിടക്കണം, ഒന്നുപോലെ നമുക്ക് തന്നിട്ടില്ല. പിന്നെ സാധനങ്ങൾ വില കൂട്ടിക്കൊണ്ടിരുന്ന സാധാരണക്കാരെന്താണ് ചെയ്യേണ്ടത്? അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് പുതിയ തലമുറയും പഴയ തലമുറ രണ്ടുപേരും കൂടെ ഇടകലർന്ന് ഭരിക്കണം. അപ്പം പുതിയ തലമുറയെന്ന് കേട്ട് അടുത്ത തലമുറ, പുതിയ തലമുറ മാത്രം പാടില്ല, രണ്ടുപേരും അതും പക്വത ഉള്ളവരായിരിക്കണം. എന്നാലേ ഭരണം മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നന്മ കിട്ടും. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആരായിരുന്നാലും പ്രത്യേകിച്ച് ഇതല്ലെങ്കിൽ UDF അല്ലേ ഉള്ളൂ. UDF ഒരിക്കലും UDF വരാത്ത ഈ LDF വരുന്നതിന് കാരണം എന്താണ്? UDF ശരിയല്ലാത്തതുകൊണ്ട്. UDFിൽ ഈ തമ്മിൽ അവർ തമ്മിൽ ഒരു പരസ്പര ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അതുകൊണ്ടാണ് ഈ LDF വരാൻ കാരണം. ചേട്ടൻ്റെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് അശോക്. ഓക്കെ, എവിടെയാ സ്ഥലം? എൻ്റെ സ്ഥലം ഇവിടെ PTP നഗർ. നഗറിലാണല്ലേ? ഓക്കെ, നമ്മുടെ LDF സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഒരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടോ?
ഭരണം വെച്ച് ആഗ്രഹിക്കണ്ടോന്ന് ചോദിച്ചാൽ എന്തു പറയാനാണ്. അതുപോലെ UDF നേതൃനിരയിലുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അതെ അതെ അതെ. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം? എനിക്കായിട്ട് അഭിപ്രായം ഒന്നുമില്ല പറയാൻ. എന്തോ അഭിപ്രായം പറയാനാണ്. നമുക്ക് ജനങ്ങൾക്ക് ഗുണകരമാവുന്ന ഒരു കാര്യങ്ങൾ ആരും ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. എൻ്റെ പേര് രാജേഷ്. രാജേഷ്. ഓക്കെ. സ്ഥലം ഇവിടെ അടുത്താണ്. വട്ടിയൂർക്കം. ഓക്കെ. അപ്പോൾ ചേട്ടാ, നമുക്കിപ്പം LDF ഭരണമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തുടർ ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് ഞാൻ പറയണത് ശരിയല്ല, എല്ലാവരും പൊതുവെ പറയണ ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ വലിയ പാടാണ് കേട്ടോ. അതെ, സാധാരണക്കാർക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അവർ വന്നിട്ട് നല്ലത് ചെയ്താൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? എല്ലാവരും വന്നാലും ഇതേപോലെ ആയിരിക്കും, പക്ഷേ എങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. മനസ്സിലാക്കി പോകണത് നല്ലതാണ് എല്ലാവരും. അതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ തമ്മിലും പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതെല്ലാം ജനങ്ങളാണ് തീരുമാനിക്കാനുള്ളത്. അവരവിടെ കിടന്ന് അടിവിടും. ചേട്ടൻ്റെ പേരെന്താ? അജയ്കുമാർ. അജയ്കുമാർ. വീട് എവിടെയാ? ബലരാമപുരം. ഇപ്പം നമ്മുടെ LDF സർക്കാരാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുന്നു, രണ്ടും ഒരുപോലെ തന്നെ. പേരെന്താ? എൻ്റെ പേര് ഗോപൻ. ഞാൻ വീട് തൊട്ടടുത്ത്. എന്നാൽ നമ്മുടെ LDF സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? അവരാഗ്രഹിക്കുന്നു. ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? എല്ലാ രംഗത്തും പരാജയപ്പെട്ടൊരു സർക്കാർ. നിയമവാഴ്ച ആകെ തകർന്നിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും പാർട്ടി ആണ് തീരുമാനമെടുക്കുന്നത്. പാർട്ടി കോടതിയിലും പോലീസ് സ്റ്റേഷനുമുള്ള ഒരു പാർട്ടി ബംഗാളിലെ പോലെ ഒരു തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും മുന്നോട്ട് പോകാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും രണ്ടാമതൊരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല. ഇത് വരാൻ കാരണം കൊറോണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചണ്ഡമായ പ്രചരണത്തിൽ ആളുകൾ വീഴുന്നതിൻ്റെ ഫലമാണ്. അതിൻ്റെ തിക്താനുഭവം കേരളത്തിൻ്റെ വരൾച്ച മുരളിച്ചു. കേരളത്തിലെ ചെറുപ്പക്കാരും ഇവിടെയില്ല. അങ്ങനെയുള്ള ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, അതുകൊണ്ട് ഞാൻ അകത്ത് പറയില്ല എന്ന് പറഞ്ഞു. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ നമ്മുടെ നേതൃനിരയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നേതൃനിരയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പം പ്രശ്നങ്ങൾ കുറവാണെന്ന് പറയാം. കെ കരുണാകരനും AK ആൻ്റണിയും തമ്മിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ഇത് ഇപ്പോഴില്ല. ഇപ്പോഴുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തെ ശ്രദ്ധിച്ചുകൊണ്ട് കേരളത്തിൽ വോട്ട് കൊള്ളയ്ക്കെതിരെ 14 ജില്ലകളിലും പര്യടനം നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടെ കേരളത്തിലെ ചരിത്രം മാറും. ചേച്ചിയുടെ പേരെന്താ? ഹരീഷ്മ. വീട് അടുത്ത് തന്നെയാണ്. ഞങ്ങൾ സെൻട്രൽ ജയിൽ ക്വാർട്ടേഴ്സിലാണ്. അതെ. ഓക്കെ. ഇപ്പം ഭരണ തുടർച്ച എന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത്? അങ്ങനെയാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത്. പറഞ്ഞോ, എന്താ അങ്ങനെ തോന്നാൻ കാരണം? കൂടുതലൊന്നും പറയുന്നില്ല, ഭരണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. എൻ്റെ പേര് രതീഷ് എന്നാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് രാജീവ്. അടുത്തോട്ടോ? അതെ. അല്ല, രണ്ടുപേരുടെ എടുക്കാം. ഓക്കെ. കേരളത്തിൻ്റെ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം? കാര്യം ഇതുവരെ കേരളത്തിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഭരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. നാടിൻ്റെ വികസനവും എല്ലാം കൊണ്ടും. കാര്യം ഇതുപോലെ ഇത്രയും നല്ല രീതിയിലൊരു വികസനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഭരണ തുടർച്ച തീർച്ചയായിട്ടും വരണം തന്നെയാണ് ആഗ്രഹം. അമ്മയുടെ പേരെന്താ? അടിപൊളിയായി. എൻ്റെ പേര് പ്രേമലത. വീട് എവിടെയാ? ഒട്ടവിള. വിജയമോഹിനി മില്ലിൻ്റെ അടുത്താണ്. ഓക്കെ. അതുപോലെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണമുണ്ടല്ലോ LDF, തുടരണമെന്ന് ആഗ്രഹമുണ്ടോ? എന്താ തോന്നുന്നത്? തുടരണമെന്ന് എനിക്കിതൊന്നും പറയാൻ പറ്റില്ല. അത്ര ഒരു ഇതൊന്നും എനിക്ക് തോന്നണില്ല. മാറണം. അതുപോലെ UDF അധികാരത്തിൽ വരണമെന്നുണ്ടോ? വരണമെന്നുണ്ട്.
കുടുംബത്തിന്റെ അകത്തുള്ള തമ്മിലടികളും പ്രശ്നങ്ങളും ഒക്കെ കാണുന്നതല്ലേ? ആ ആ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനൊന്നും അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. അതെ. അപ്പോൾ ചേട്ടൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ശ്രീകുമാർ. ശ്രീകുമാർ. ഓക്കെ. വീട് എവിടെയാ? വീട് നേമത്ത്. നേമത്താണ്. ഓക്കെ. ഇപ്പം നമ്മുടെ LDF സർക്കാരാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തുടർ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ടോ? നടക്കണമെങ്കിൽ നടക്കട്ടെ. ഓക്കെ. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പം ആര് വന്നാലും പ്രശ്നമാണല്ലോ. പ്രശ്നമാണ്. കാരണം UDFിന്റെ നേതൃത്വത്തിനെ തന്നെ തമ്മിലും പ്രശ്നങ്ങളുമാണ്. അതെ അതെ. ഓക്കെ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ചേട്ടൻ എന്താ പറയാനുള്ളത്? പറയും. ഇല്ല, പറയാനൊന്നുമില്ല. ഈ 3 പാർട്ടിയെ പറ്റി പറയാനൊന്നുമില്ല. ആര് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ. എന്നാലും ഈ ഒരു ഭരണം മാറണം എന്ന് ചോദിച്ചാൽ ഒന്ന് മാറ്റി കൊടുക്കണം. ഓക്കെ. പേരെന്താ? ക്രിസ്റ്റി. ക്രിസ്റ്റി. ആർഷ. ആർഷ. സ്ഥലം എവിടെയാ? തൃക്കണ്ണാപുരം. അടുത്ത തൃക്കണ്ണാപുരം. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മുടെ LDF സർക്കാരാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ? അറിയത്തില്ല. ഞാൻ കോട്ടയം ചിന്തിക്കുന്നവരല്ല. മൈനറാ? അതെ 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 അതെ. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. കാരണം വാർത്തകളൊക്കെ കാണാറുണ്ട്, നമുക്ക് സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് LDF ഇനിയും ഭരിക്കണമെന്നാണോ അതോ മറ്റൊരു ഭരണം വരണമെന്ന് അങ്ങനെ ആഗ്രഹമുണ്ടോ? അല്ല, ഇതിപ്പോൾ 10 വർഷമായില്ലേ, അപ്പോൾ പുതിയൊരാൾ വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. പറഞ്ഞോളൂ. ഇനി ഒരു 10 വർഷം ഇപ്പം ആയി, ഇനി അവർ മുന്നോട്ട് വേറൊരാൾക്ക് കൊടുക്കാം. പേരെന്താ? എൻ്റെ പേര് രാഹുൽ. രാഹുൽ. പേര് പറഞ്ഞു? രശ്മി. രശ്മി. ഓക്കെ. അപ്പോൾ നമ്മുടെ പറഞ്ഞോ പോരെ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം LDF ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭരണ തുടർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തുടർച്ച ഇല്ല. ഇല്ല. ഭരണ തുടർച്ച ഇല്ല. ഇല്ല. ഇല്ല കേട്ടോ. ഇല്ല. ഇല്ല. ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ UDF ഭരണത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തെന്ന് പറയാനാ. അതുപോലെ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് എന്താ പറയണ്ട, അത് തെറ്റാണ് അല്ലേ? തെറ്റാണ്. നമ്മളതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് നമുക്കറിയാം. അതെ. BJPക്ക് ഒരു അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ. പറഞ്ഞോളൂ. BJPക്ക് അവസരം നോക്കാം, വയ്ക്കാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കാം. ലിസി. സ്ഥലം എവിടെയാണ്? ഇവിടെ തന്നെ അടുത്താണ്. മണന്നല. മണമല്ല. ഇപ്പോൾ നമ്മുടെ LDF സർക്കാരല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭരണം ഇനി തുടരണമെന്ന് ആഗ്രഹമുണ്ടോ? കാരണം ഇപ്പം പിണറായി ആണെങ്കിൽ വിധവ പെൻഷൻ്റെ എല്ലാം സഹായം അങ്ങനെയുള്ള കാരണമാണ് എല്ലാവർക്കും പെൻഷനൊക്കെ കിട്ടുന്നത്. പിന്നെ ചിലതൊക്കെ ഇച്ചിരി മോശമായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. വിധവ പെൻഷൻകാർക്ക് നല്ലൊരു ഇതാണ് പുള്ളിക്കാരൻ നല്ലൊരു ചെയ്ത്. അതുപോലെ UDFിൻ്റെ നേതൃത്വത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാമല്ലോ. അതെ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയണമെങ്കിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ. ചെറുത് അത് വലുതാക്കി ഉണ്ടാക്കണേ. അങ്ങനെയാണ് പ്രശ്നങ്ങൾ എല്ലാം ഇതാവണം. ജാതി മതം ഇത് സമരങ്ങളും എല്ലാം നടത്തുന്നത്. മറ്റത് ഒന്നുമില്ല, നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ അത് വലുതാക്കി കാണിക്കണം. ഇല്ലല്ല. ഇല്ലല്ല. UDFിൻ്റെ നേതൃനിരയിലുള്ള ഇപ്പോഴത്തെ തമ്മിലടികളും കാര്യങ്ങളൊക്കെ കൂടെ നമ്മുടെ പാർട്ടിയിലൊന്നും ഇല്ല. അല്ല, വ്യക്തിപരമായിട്ട് ഇതിനെല്ലാം നോക്കിക്കാണുന്ന ഒരു പൗരൻ എന്ന നിലയിൽ പറയാം. ഇല്ല, നമ്മൾ പാർട്ടിയിൽ അങ്ങനെ ഇല്ല, അതുകൊണ്ടാണ്. എന്തായാലും UDF വരണമെന്നുണ്ടോ? ഇല്ലല്ല, അങ്ങനെ നമ്മളെ പാർട്ടിയോടില്ല അങ്ങനെ, അതുകൊണ്ട്. പേരെന്താ? സുകന്യ. സുകന്യ. എവിടെയാ വീട്? ഇവിടെ തന്നെ. അടുത്ത് തന്നെയാണ്. ഓക്കെ. അമ്മയുടെ പേരോ? ഷീബ. ഇവിടെ അടുത്ത് തന്നെയാണ് കണക്ഷൻ. അമ്മ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ പറഞ്ഞോളൂ, എന്നാൽ കേരളത്തിൽ ഭരണ തുടർച്ച ഇനി ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനൊരു ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹമുണ്ട്. നല്ല രീതിയിൽ ഭരിച്ചാൽ അവർ തന്നെ വരട്ടെ, ഇല്ലേ നല്ല രീതിയിൽ ഭരിക്കുന്നവരാന്ന് വെച്ചാൽ അവർ വരട്ടെ. അതെ. അതുപോലെ UDFിൻ്റെ നേതൃനിരയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അറിയാമല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കുഴപ്പമില്ല, അവരും ഏത് പാർട്ടി വന്നാലും നമ്മുടെ ജനങ്ങൾക്ക് നന്നായിരിക്കണം. പേരും സ്ഥലവും കൂടെ പറഞ്ഞു. എൻ്റെ പേര് TS വിജയകുമാർ, പൂജപ്പുര.
നമ്മുടെ ഇപ്പം LDF ഗവൺമെന്റ് ആണല്ലോ ഇപ്പോൾ ഭരിച്ചു. അതെ അതെ. തുടർച്ചയായ 2 ടേമിലും ഇനിയും ഈ ഒരു ഭരണം തുടരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സമസ്ത മേഖലയിലും പുരോഗതി കൈവരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇന്ന് കേരള ചരിത്രത്തിലില്ല. അത് വിദ്യാഭ്യാസ മേഖലയായാലും ശരി, ആരോഗ്യ മേഖലയായാലും ശരി, പിന്നെ തൊഴിൽ മേഖലയായാലും ശരി. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പിന്നെ കേരളത്തിൽ ഒരു വർഗീയ സംഘടനകളോ മറ്റുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് തന്നെ 4-5 അവാർഡ് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ കേരളം എല്ലാറ്റിനും മുന്നിലാണ്. ഏതെടുത്താലും ശരി തന്നെ. ഇപ്പം തന്നെ വിദ്യാഭ്യാസം സംബന്ധിച്ച് പറയുമ്പോഴും ഓരോ സ്കൂളുകളും വളരെ ഹൈടെക്കായി. പഴയ കാലത്താണെങ്കിൽ നമ്മുടെ കയ്യിൽ ഓർമ്മയുണ്ട്, ചെറിയ ചെറിയ കെട്ടിടങ്ങളിലാണ് നമ്മളിരുന്ന് പഠിക്കുന്നത്. ഇന്ന് അതല്ല. കാലം മാറുന്നതനുസരിച്ച് അതിന് വേണ്ടുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെല്ലാം കൊണ്ടുവന്ന് അതൊരു ഭാഗത്ത്. ആരോഗ്യ മേഖലയാണ് അങ്ങനെ. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് എത്രയോ മെഡിക്കൽ കോളേജുകൾ, പിന്നെ വിദേശത്ത് പഠനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ശരി. PSC മുഖേന ജോലി കൊടുക്കുന്ന കാര്യത്തിലായാലും കേരളം ഏറ്റവും മുന്നിലാണ്. അങ്ങനെ അഴിമതിരഹിതമായ ഒരു ഭരണമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും വീണ്ടും പിണറായി സർക്കാർ, അതായത് LDFൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് CPM നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ UDFൻ്റെ അകത്തെ ഈ നേതൃനിരയിലുള്ള വിഷയങ്ങളൊക്കെ അറിയാം. UDFനെ സംബന്ധിച്ചാണെങ്കിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് സാധാരണ. പിന്നെ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു നേതൃത്വമില്ല. നേതൃത്വം ഒരെണ്ണം പറയുമ്പോൾ താഴെ അണികൾ വേറെ രീതിയാണ് പ്രവർത്തിക്കുന്നത്. തിരിച്ചും നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതിൽ UDF അമ്പയെ പരാജയപ്പെട്ടു. പിന്നെ നുണകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നിയമസഭയിൽ തന്നെ ഈയിടയ്ക്കൊരു ആക്ഷേപം കൊണ്ടുവന്നല്ലോ. അവസാനം അവർക്ക് തന്നെ അത് വിനയായി മാറേണ്ടി വന്നു. അങ്ങനെ തലയിൽ തുണിയിട്ട് നടക്കേണ്ട ഒരു സ്ഥിതിയാണ് UDF. ഒരിക്കലും UDF ഇന്ന് കേരളത്തിൽ ക്ലച്ച് പിടിക്കാത്തതാണ്. UDFിലുള്ള ആൾക്കാരെല്ലാം BJPയിൽ പോകുന്ന ഒരു പാലം ഇട്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.